വൺസ് അഗെയിൻ 9ാം ക്ലാസ് ശ്രദ്ധിക്കട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്തതിൻ്റെ ബാക്കി പേജ് നമ്പർ 32 അടുത്ത പാരഗ്രാഫ് നമ്മൾ എടുത്ത ചാപ്റ്ററിൻ്റെ പേരെന്താ മക്കളെ? ജിസ് ഗലീമേ മേം രഖ്താഹും അല്ലേ. അസലി മുസീബത്ത് 5 अक्टूबर 1857 को आई जब कुछ अंग्रेज़ मेरे घर में घुस आए. നോക്കൂ, യഥാർത്ഥ ആപത്ത് ഒക്ടോബർ 5 5 എന്ന് പറയും. 1857 1857 കോ ആയി. യഥാർത്ഥ ആപത്ത് ഒക്ടോബർ 5 1857 ഉണ്ടായി. ജബ് കുച്ച് അംഗ്രേസ് മേരെ ഘർമേ ഖുസ് ആയ, ഏതാനും ഇംഗ്ലീഷുകാർ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോഴാണ് യഥാർത്ഥ ആപത്ത് ഉണ്ടായത്. ഓക്കെ, അംഗ്രേസ് മീൻസ് ഇംഗ്ലീഷുകാർ ഘുസ് ഗയെ പ്രവേശിച്ചപ്പോൾ. उन्होंने मेरे साथ मेरे दोनों बच्चों और नौकरों के साथ ही कुछ पड़ोसियों को भी गिरफ्तार कर लिया. उन्होंने അവർ മേരെ സാത്ത് എന്നോടൊപ്പം, മേരെ ദോനോ ബച്ചോം എൻ്റെ 2 കുട്ടികളെയും, അവർ നൗക്കരോം കെ സാത്ത് ഹി വേലക്കാരോടൊപ്പം തന്നെ, കുച്ച് പടോസിയോം കോബി ഏതാനും അയൽവാസികളെയും ഗിരഫ്താർ കർലിയ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അവർ എന്നോടൊപ്പം എൻ്റെ 2 കുട്ടികളെയും വേലക്കാരോടുമൊപ്പം ഏതാനും അയൽവാസികളെയും ഗിരഫ്താർ കർലിയ, എന്താ മീനിങ് അർത്ഥം മക്കളെ? അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. വഹാം സെ കുച്ച് ദൂരി പർ കേണൽ ബ്രൗൺ നാം കാ ഏക്ക് അംഗ്രേസ് അഫ്സർദ, അവിടെ നിന്നും അല്പദൂരത്തായിട്ട് കേണൽ ബ്രൗൺ നാം കാ, കേണൽ ബ്രൗൺ എന്നു പേരുള്ള ഏക്ക് അംഗ്രേസ് അഫ്സർദ ഒരു ബ്രിട്ടീഷ് ഓഫീസർ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അല്പദൂരത്തായിട്ട് കേണൽ ബ്രൗൺ എന്നു പേരുള്ള ഒരു ബ്രിട്ടീഷ് ഓഫീസർ ഉണ്ടായിരുന്നു. അംഗ്രേസ് അഫ്സർ ഉസ്കാ നാം ക്യാ ഹെ? കേണൽ, അത് കേണൽ വായിക്കട്ടോ, കേണൽ ബ്രൗൺ. ഗിരഫ്താർ കിയേ ഗയെ ലോഗ് ഏക് ഏക് കർ ഉസ്കെ സാമനെ പേഷ് കിയേ ജാ രഹേ തെ. ഗിരഫ്താർ കിയേ ഗയെ ലോഗ് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ, ഏക്ക് ഏക്ക് കർ ഒന്നൊന്നായിട്ട്, ഉസ്കെ സാമനെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ, പേഷ് കിയെ ജാ രഹേ തെ ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോയി. ആരുടെ മുമ്പിൽ? കിസ്കെ സാമനെ? കേണൽ ബ്രൗൺ കെ സാമനെ. ബ്രൗൺ കാ ചേഹര സുർഖത, ബ്രൗണിൻ്റെ ചേഹര മുഖം, സുർഖത ചുവന്ന് തുടുത്തിരുന്നു. മുഖം ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷുകാരെന്ന ചുവന്ന തുടുത്ത മുഖമാണല്ലോ. ആംഖേം ബി ലാൽ ലാൽ തി, കണ്ണുകളും ചുവപ്പായിരുന്നു. ഉസ്കി ഊഞ്ചായി 6 ഫൂട്ട് സേ ബി ജ്യാദാത, അദ്ദേഹത്തിൻ്റെ ഉയരം 6 ഫൂട്ട് സേ ബി 6 അടിയേക്കാൾ ജ്യാദാത കൂടുതലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് 6 അടിയേക്കാൾ കൂടുതലായിരുന്നു. ഉസ്നെ മുച്ഛ്സെ പൂച്ച, അദ്ദേഹം എന്നോട് ചോദിച്ചു. ആര്? കേണൽ ബ്രൗൺ നമ്മുടെ മിർസ ഗാലിബിനോട് ചോദിച്ചു. മിർസ ഗാലിബാണ് നമ്മുടെ ലേഖകൻ. ആപ് ക്യാ കർത്താ ഹേ, താങ്കൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. എന്താ ജോലി അർത്ഥം? താങ്കൾ എന്ത് ചെയ്യുന്നു? മേംനെ കഹ, ഞാൻ പറഞ്ഞു. ഉറുദു മേം കവിത ലിഖ്താഹും, ഉറുദുവിൽ കവിത എഴുതുന്നു, ഉറുദുവിൽ കവിത എഴുതുന്നു. തോ തും പോയറ്റ് ഹോ, അപ്പം നിങ്ങൾ കവിയാണോ എന്ന് ചോദിച്ചു. ഉസ്നെ കഹ, അദ്ദേഹം ചോദിച്ചു. മേംനെ സിർ ഹിലാക്കർ ഹാമി ഭാരി, ഞാൻ, മേംനെ ഞാൻ, സിർ ഹിലാക്കർ തലയാട്ടിയിട്ട്, ഹാമി ഭാരി സമ്മതം മൂളി, ഞാൻ തലയാട്ടി സമ്മതം മൂളി. ഹാം യെസ്, അതെ ഞാൻ കവിയാണെന്ന് പറഞ്ഞു. മേരി ജവാബ് സെ ബ്രൗൺ കോ ഖുശി ആയി. ഉസ്നെ അപ്പനെ സിപ്പാഹിയോं को हुक्म दिया, इनको इज्जत के साथ घर वापस छोड़ आओ. മേരെ ജവാബ് സെ, എൻ്റെ ഉത്തരം കൊണ്ട്, ബ്രൗൺ കോ ഖുശി ആയി, ബ്രൗണിന് സന്തോഷമുണ്ടായി. ഉസ്നെ അദ്ദേഹം, അപ്പനെ സിപ്പാഹിയോं को हुक्म दिया, തൻ്റെ വേലക്കാരോട് അല്ലെങ്കിൽ ഭടന്മാരോട്, സിപ്പാഹി ഭടന്മാരോട്, ഹുക്കും ദിയ ആജ്ഞാപിച്ചു. ഇൻകോ ഇസ്സത്ത് കെ സാത്ത് ഘർ വാപ്പസ് ചോട് ആവോ, ഇവരെ ഇസ്സത്ത് കെ സാത്ത് ആദരവോടെ, ഘർ വാപ്പസ് ചോട് ആവോ വീട്ടിലേക്ക് മടക്കി അയക്കൂ. ഇവർ കവികളാണ്, ഇവർ ഇദ്ദേഹത്തെ ചെയ്യരുത് പറഞ്ഞു. ഇൻകോ ഇസ്സത്ത് കെ, അത് ഇസ്സത്ത് എന്ന് വായിക്കട്ടോ, ഇസ്സത്ത് കെ സാത്ത് ഘർ വാപ്പസ് ചോട് ആവോ, ഇവരെ ആദരവോടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു, മടക്കി അയക്കുമെന്ന് പറഞ്ഞു. മേംനെ കേണൽ, അടുത്ത് നോക്കൂ, അടുത്ത കോളം കണ്ടോ? മേനെ കേണൽ ബ്രൗൺ സെ നിവേദൻ കിയാക്കി, മേരെ സാത്ത് ഗിരഫ്താർ കിയേ ഗയെ പടോസ് ബേഹദ് സീധെ സാധു ലോഗ് ഹെ. ഞാൻ കേണൽ ബ്രൗൺസെ
നിവേദൻ കിയ അപേക്ഷിച്ചു. ഞാൻ കേണൽ ബ്രൗണിനോട് അപേക്ഷിച്ചു കി എന്തെന്നാൽ മേരെ സാത്ത് എന്നോടൊപ്പം ഗിരഫ്താർ കിയേ ഗയ അറസ്റ്റ് ചെയ്യപ്പെട്ട പഡോസി അയൽവാസികൾ ബേഹദ് സീതേ സാധേ ലോക അവരെല്ലാവരും വളരെ നല്ല ആൾക്കാർ. ബേഹദ് സീതേ സാധേ അവരെല്ലാവരും വളരെ നിഷ്കളങ്കരായ സാധാരണക്കാരായ ആളുകളാണ്. ഉനേം ബി റിഹാ കർ ദിയാ ജായെ അവരെയും റിഹാ കർ ദിയാ ജായെ മോചിപ്പിക്കണം. എന്നോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട എല്ലാവരും വളരെ നല്ല ആൾക്കാരാണ്, അവരെയെല്ലാം മോചിപ്പിക്കണം. കേണലിനെ യേ ലോഗ് ബി കവിതാ കർത്ത ഹെ മേനെ കഹ യേ ലോഗ് ബി ഇവരും കവിതാ കർത്തേ ഇവരും കവിത എഴുതുന്ന ആൾക്കാരാണ്. മേംനെ കഹ അതായത് ഇവരും കവികളാണ്, എന്നെ വിട്ടാൽ ഇവരും വിടണം. കേണലിനെ ഉൻകോ ഭി ഗർ ജാനെ കാ ഇജാസത്ത് ദേദി കേണൽ ഉൻകോ അവർക്ക് ഉൻകോ ഭി അവരെയും ഘർ ജാനേക്ക് വീട്ടിൽ പോകാനുള്ള ഇജാസത്ത് ദേദി എന്നാണ് അനുവാദം നൽകി. കേണൽ അവരെയും വീട്ടിൽ പോകാനുള്ള അനുവാദം നൽകി. ഇസ്തര ഇപ്രകാരം കവിതാക്കെ കാരൻ കവിതയുടെ കാരണമായി ഉസ് രോസ് ആ ദിവസം കരീബ് ഏകദേശം 50 ആത്മീയോം കി 50 ആളുകളുടെ ജാൻ ബച്ച് ഗയി ജീവൻ രക്ഷപ്പെട്ടു. ഇപ്രകാരം കവിതകാരൻ എന്ന് പറയുമ്പോൾ ശരിക്കും മിർസ ഗാലിബ് പോയിട്ട് തന്നെയാണ്. പക്ഷെ അദ്ദേഹം കള്ളം പറഞ്ഞാണ്. പക്ഷെ ആ സമയത്ത് കള്ളം എന്ന് പറയുമ്പോൾ ആൾക്കാർ ജീവൻ രക്ഷിക്കുകയാണ്. അപ്പോൾ ഇപ്രകാരം കവിതയുടെ കാരണം കൊണ്ട് അന്നേ ദിവസം 50 ആളുകളുടെ ജാനേം ബച്ച് ഗൈ ജീവൻ രക്ഷപ്പെട്ടു. ഓക്കെ, നമ്മുടെ കേരള ബ്രൗൺ അവർ വിട്ടു. നെക്സ്റ്റ് നോക്കൂ, അടുത്ത സംഭവം പറയുന്നത്. അടുത്ത പേജിൽ പറഞ്ഞിരിക്കുന്നത് हम गली वालों ने तो किस तरह अपना प्राण बच लिया मगर मैं उन हज़ारों अभागे दिल्ली वालों के बारे में क्या कहूँ जो हवालत और कैदरगान में बंद कर दिए गए थे. हम गली वालों ने ഞങ്ങൾ തെരുവ് നിവാസികൾ ഞങ്ങൾ തെരുവിൽ വസിക്കുന്നവർ കിസി തര വല്ല വിധേനയും അപ്പിനെ പ്രാൺ ബച്ചാലിയെ തങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തി. ഞങ്ങൾ തെരുവ് നിവാസികൾ വല്ല വിധേനയും ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തി. മഗർ എന്നാൽ മേം ഞാൻ ഹുൻ ഹസാരോം അബാഗെ ദില്ലി വാലോം കെ ബാരേമേ ക്യാ കഹും ഉൻ ആ ഹസാരോം ആയിരക്കണക്കിന് അഭാഗെ നിർഭാഗ്യവാന്മാരായ ദില്ലി വാലോം കെ ബാരേമേ ഡൽഹി നിവാസികളെക്കുറിച്ച് ക്യാ കഹൂം എന്തു പറയാനാണ്. ഞങ്ങൾ വല്ല വിധേനയും ജീവൻ രക്ഷപ്പെട്ടു, എന്നാൽ ആയിരക്കണക്കിന് പാവപ്പെട്ട നിർഭാഗ്യവാന്മാരായ ഡൽഹി നിവാസികളെക്കുറിച്ച് എന്തു പറയാനാണ്. ജോ ഹവാലത്ത് ഔർ കൈദർഖാൻ മേം ബന്ദ് കർദിയേ ഗയേതെ ഹവാലത്ത് അഥവാ കസ്റ്റഡിയിലും കൈദർഖാൻ ജയിലിലും ബന്ദ് കർദിയേ ഗയേതെ അടയ്ക്കപ്പെട്ടവരായിരുന്നു. മൊത്തം അർത്ഥം പറയുമ്പോഴേ ഞങ്ങൾ ഡൽഹി നിവാസികൾ വല്ല വിധേനയും ജീവൻ രക്ഷപ്പെട്ടു, എന്നാൽ കസ്റ്റഡിയിലും ജയിലിലും അടക്കപ്പെട്ട ആയിരക്കണക്കിന് ഡൽഹി നിവാസികളെക്കുറിച്ച് എന്തു പറയാനാണ്. ജയിൽ ഷഹർ സെ ബാഹർ ദി അവർ ഹവാലത്ത് ദില്ലി കെ ഭീത്തർ ജയില് ഷഹർ സെ ബാഹർ ദി ജയില് പട്ടണത്തിൻ്റെ പുറത്തായിരുന്നു. അവർ ഹവാലത്ത് കസ്റ്റഡി ദില്ലി കെ ഭീത്തർ ഡൽഹിയുടെ അകത്തുമായിരുന്നു. ജയില് പട്ടണത്തിൻ്റെ പുറത്തും കസ്റ്റഡി ഡൽഹിയുടെ ഉള്ളിലുമായിരുന്നു. ഇൻ ദോനോം ഹി ജഗഹോമേം ബേഷുമാർ ബേഗ്നഹോം കോ ടൂംസ് കർ ബർ ദിയാ ഗയാത. ഇൻ ദോനോം ഹി ജഗഹോമേം ഈ 2 സ്ഥലങ്ങളിലും ബേഷുമാർ ബേഗ്നഹോം നിഷ്കളങ്കരായ ആളുകൾ ഉദ്ദേശിക്കുന്നു കേട്ടോ. ടൂംസ് കർ കുത്തി നിറച്ചിട്ട് ഗയാത നിറച്ചിരുന്നു. നമ്മളെ വാഗൺ രാജ മക്കൾ കിട്ടില്ലേ, അതുപോലെ കുത്തി നിറച്ചു. ഈ കദർ ബർദിയ ഗയാ ലക്താത ഈ ഇത്രയും കുത്തി നിറ ശരീരം കണ്ടപ്പോൾ ആത്മീക്കെ ഭീത്തർ ആത്മീ സമായാചാരഹാഹോ മനുഷ്യരുടെ ഉള്ളിൽ മനുഷ്യരകപ്പെട്ട പോലെ. ഇത്രയും ആളുകൾ കണ്ടപ്പോഴേ മനുഷ്യരുടെ ഉള്ളിൽ മനുഷ്യർ നിറച്ച പോലെയായി. സാംസ് ലേനെ മേംഭി ദിക്കത്ത് ഹോ രഹീതി ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
സാംസ് എന്ന് പറഞ്ഞാൽ ബ്രീത്താണ്, ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇൻ ദോനോം കി കൈദർ ഖാനോം കെ ബന്ദിയോം കോ ബാദുമേം ഫാംസി ദേ ദീ ഗയി. ഈ രണ്ട് ഇൻ ദോനോം കി കൈദർ ഖാനോ, ഈ രണ്ട് സ്ഥലങ്ങളിലെ ജയിലിലും, അഥവാ ഡൽഹിയുടെ കസ്റ്റഡിയൊക്കെ പറഞ്ഞില്ലേ, ആ രണ്ട് സ്ഥലങ്ങളിലുള്ള ജയിലുകളിൽ ബന്ദിയോം കോ ബാദ് അടയ്ക്കപ്പെട്ടതിന് ശേഷം ഫാംസി ദേ ദീ ഗയി, അവരെ തൂക്കിലേറ്റി. ഫാംസി ദേ ദീ ഗയി മീൻസ് ഹാങ്, തൂക്കിലേറ്റി. നെഹി മാലൂം അറിയില്ല, കിത്തനെ ലാഖ് ലോഗ് മാർ ഡാലേഗയെ, എനിക്കറിയില്ല എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് കൊന്നൊടുക്കിയത് എന്ന്. ഓക്കെ, ശ്രദ്ധിക്കുക മക്കളെ ആ ഭാഗം കേട്ടോ. യെസ്.